എല്ലാവർക്കും നല്ല നമസ്കാരം. ഒരു സുന്ദര സുദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. നിങ്ങളൊക്കെ പലതരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റുകളായിരിക്കും കഴിച്ചിട്ടുള്ളത്. ചിലർ ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടാവാം, ദോശ കഴിച്ചിട്ടുണ്ടാവാം, മറ്റു പല പലഹാരങ്ങളും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള കഞ്ഞിയും തൈരും ഉള്ളിയൊക്കെ പൊട്ടിച്ചിട്ടതും ഇത്തിരി ചമ്മന്തിയും വേണമെങ്കിൽ ഒരു ഉണക്കമീനും കൂട്ടിയിട്ടുള്ള നാടൻ കഞ്ഞി കഴിച്ചിട്ടുള്ള ആളുകളും ഇപ്പോൾ ഉണ്ടാകാം. എന്തായിരുന്നാലും കാലത്ത് നല്ല ഭക്ഷണം കഴിക്കണം. ഭക്ഷണം എന്ന് പറയുമ്പോഴാണ് എനിക്ക് പല പല കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. അന്നം എന്ന് പറയുന്നത് ഇത്ര പുണ്യപ്പെട്ട സംഭവമല്ല. അന്നം കൊടുക്കുക എന്ന് പറയുന്നതൊക്കെ തന്നെ നമ്മുടെ കേരള സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ മഹത്തരമായ കാര്യമാണ് ഇട്ടാണ് കരുതുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? മായമില്ലാത്ത എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ജെഫൈസ് എന്ന് പറയുന്ന ഈ കൊച്ചു ചാനൽ ഇന്ന് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഫോളോവേഴ്സിൻ്റെ ഇടപെടലിലും സഹകരണത്തിനും മാത്രമാണ്. നിങ്ങളാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു ഏകദേശം 1,00,000-അടുത്ത് വരുന്ന എൻ്റെ ഫോളോവേഴ്സാണ് എൻ്റെ വാർത്തകൾ മുഴുവൻ എനിക്ക് ഇട്ട് തരുന്നത്. അവർക്ക് എന്തോ എന്നിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഈ വാർത്തകളൊന്നും പലതും ഞാൻ തേടി ചെല്ലുന്നത് ഇത്തരം ഫോളോവേഴ്സ് അറിയിക്കുന്നതിലൂടെയാണ്. അത്തരം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഒരു ഫോളോവർ വിവരാവകാശം വെച്ച് കണ്ടെത്തിയിരിക്കുന്നത് അത് ജെഫൈസിലൂടെ എന്നെ അറിയിക്കണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹം. ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ വളരെ ഭാഗ്യം സിദ്ധിച്ച ആളുകൾക്ക് മാത്രം കിട്ടുന്ന അപൂർവങ്ങളിൽ അപൂർവമായൊരു സംഭവമായിട്ട് മാറിയിരിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ മായം ചേർക്കുന്ന വിവിധതരം മസാലകളും സംഭവങ്ങളൊക്കെ ഈ നാട്ടിലുണ്ട് എന്നുള്ളത് നമുക്ക് പലപ്പോഴും നമ്മുടെ മുന്നിലേക്ക് അറിവായിട്ട് എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ ഇതൊക്കെ വരില്ല. കാരണം എന്താ? പരസ്യം കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പരസ്യത്തിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അത്ര സുഖകരമായ രീതിയിൽ കൂടെ പോകുന്നതല്ല. എന്നാലും പോകുന്നിടത്തോളം വരെ പോകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് കിച്ചൺ ട്രഷേഴ്സ്, അങ്ങനെ ഒരു മസാലപ്പൊടിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മസാല പാക്കറ്റുകൾ, കിച്ചൺ ട്രഷേഴ്സ്. മഞ്ജു വാര്യർ എന്ന് പറയുന്ന സിനിമാ നടിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഇറങ്ങുന്ന സ്മാർട്ട് വുമൺ എന്ന് അറിയപ്പെടുന്ന മഞ്ജു വാര്യർ പരസ്യത്തിൽ നിന്ന് കൊണ്ടുവരുന്ന മസാലക്കൂട്ട്, അതാണ് കിച്ചൺ ട്രഷേഴ്സ്. വിവിധങ്ങളായിട്ടുള്ള സംഭവങ്ങളുണ്ട്. മസാലക്കൂട്ടുകൾ, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ കട്ടൻ ചായ, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇറക്കുന്ന 19 വർഷത്തിന് മേലെ പരിചയമുള്ള ഒരു കമ്പനിയാണ് കിച്ചൺ ട്രഷേഴ്സ് എന്ന് പറയുന്ന സംഭവം. ഈ കിച്ചൺ ട്രഷേഴ്സ് എന്ന് പറയുന്ന കമ്പനി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ അവിടെയൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. കിച്ചൺ ട്രഷേഴ്സ് എന്ന് പറയുന്ന ഇവരുടെ പ്രൊഡക്റ്റുകൾ. ആ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ട് എൻ്റെ ഒരു ഫോളോവർ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും അതിന് ലഭിച്ചിട്ടുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വാർത്തയുടെ ഒരു പ്രധാനപ്പെട്ട സംഭവം. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: കിച്ചൺ ട്രഷേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഉൽപ്പന്നങ്ങളുടെ സാമ്പിൾ പരിശോധന 2024, 25, 26 കാലഘട്ടങ്ങളിൽ തൃശ്ശൂർ ജില്ലയിൽ നടന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം ഉണ്ട് എന്നാണ്. ആരാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നൽകിയിട്ടുള്ളത്? ഭക്ഷ്യസുരക്ഷ അസിസ്റ്റന്റ് കമ്മീഷണറുടെ കാര്യാലയം, NH ബിൽഡിംഗ് കോംപ്ലക്സ്, ചെമ്പൂക്കാവ്, തൃശ്ശൂർ. രൂപേഷ് ഇ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ കാര്യാലയം. അപ്പലേറ്റ് അതോറിറ്റിയുടെ മേൽവിലാസം ഇന്ദു VS, ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ, NH ബിൽഡിംഗ് കോംപ്ലക്സ്, ചെമ്പൂക്കാവ്. ഈ അതോറിറ്റിയാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത് ഉണ്ട്. അതായത് കിച്ചൺ ട്രഷേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉൽപ്പന്നങ്ങളുടെ സാമ്പിൾ പരിശോധന 2024, 25, 26 കാലഘട്ടങ്ങളിൽ തൃശ്ശൂർ ജില്ലയിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചോദ്യം: ഉണ്ടെങ്കിൽ ആയതിൻ്റെ പരിശോധനാ ഫലങ്ങൾ എന്തെല്ലാം? അപ്പോൾ അതിന് ഉത്തരം വന്നിട്ടുള്ളത് ആകെ 41 സാമ്പിൾ പരിശോധന നടന്നതിൽ 29 എണ്ണം തൃപ്തികരമെന്നും 8 എണ്ണം അൺസേഫ്, സുരക്ഷിതമല്ലാത്തതെന്നും 1 എണ്ണം തൃപ്തികരമല്ല എന്നും ഫലം വന്നിട്ടുണ്ട്. 3 എണ്ണം ഫലം വരാനുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ആകെ 41 സാമ്പിൾ പരിശോധന നടന്നതിൽ 29 എണ്ണം തൃപ്തികരം, അതിൽ 8 എണ്ണം അൺസേഫ്, സുരക്ഷിതമല്ലാത്തത്, 1 എണ്ണം തൃപ്തികരമല്ല, 3 എണ്ണം ഫലം വരാനുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ് പോകുന്നത്. പരിശോധനയിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത കണ്ടെത്തിയിട്ടുണ്ടോ? അതിൻ്റെ ഉത്തരം ഉണ്ട്. ഇനി നാലാമത്തെ ചോദ്യം: അസ്വാഭാവികതയോ മായം ചേർക്കലോ കണ്ടെത്തിയെങ്കിൽ ആയതിനെടുത്തിട്ടുള്ള നിയമ നടപടികളെ സംബന്ധിച്ചുള്ള രേഖകൾ നൽകുക. ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. ഈ നാലാമത്തെ ക്വസ്റ്റ്യന് കിട്ടിയിട്ടുള്ള ഉത്തരം എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളായി പരിശോധനയിൽ എടുത്തതിൽ സുരക്ഷിതമല്ലാത്തതെന്ന് പരിശോധനാ ഫലം ലഭിച്ച 5 എണ്ണത്തിന്മേൽ ക്രിമിനൽ നടപടിക്രമങ്ങൾ നടന്നു വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാണുന്നത് എന്ത്, കഴിക്കുന്നത് എന്ത്, യഥാർത്ഥത്തിലുള്ള സംഭവങ്ങൾ എന്ത്? ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു, അന്നം എന്ന് പറയുന്നത് നമ്മുടെ കേരളീയ സംസ്കാരത്തിൽ അന്നത്തിനുള്ളൊരു പ്രാധാന്യവും അന്നം കൊടുക്കുക എന്ന് പറയുന്നതും നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുക എന്നുള്ളതൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് കാണുന്ന ഒരു കാലഘട്ടമാണ്. പലപ്പോഴും നമുക്ക് നല്ല ഭക്ഷണം ലഭിക്കുന്നുണ്ടോ? നമ്മുടെ ഒരു അവകാശങ്ങളിൽപ്പെട്ട സംഭവമാണ് അല്ലേ? ഈ കേരളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ, ഒരിക്കലും ജയറാമിൻ്റെ ഒരു സിനിമയുണ്ടായിരുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ വസ്തുക്കൾ എത്രത്തോളം ഗുണകരമാണ്. പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെയൊക്കെ പരസ്യ ചിത്രങ്ങളും ഇതൊക്കെ വെച്ചിറങ്ങുന്ന വലിയ വലിയ ഉൽപ്പന്നങ്ങളുടെ സ്ഥിതിയാണ് കാണുന്നത്. ഇപ്പോൾ കിച്ചൺ ട്രഷേഴ്സ് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ? ഇത് ഞാൻ കണ്ട ജെഫൈസ് കണ്ടെത്തിയ സംഭവം അല്ലത്. ഇത് നമ്മുടെ ഒരു ഫോളോവർ ചോദ്യങ്ങൾ ചോദിച്ച് വിവരാവകാശം വെച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷ്യ സുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണറുടെ കാര്യാലയത്തിൽ നിന്നും കിട്ടിയിരിക്കുന്ന സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് കമ്പനികളുടെ പ്രൊഡക്റ്റുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം,
കിച്ചൺ ട്രഷേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പ്രൊഡക്റ്റുകളെ സാമ്പിൾ പരിശോധന നടത്തിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയ്ക്കകത്ത്. അങ്ങനെ നടത്തണമെങ്കിൽ ആരെങ്കിലും ഇത് പരാതിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടാകാം, എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ഭക്ഷണം തരേണ്ട ആളുകളും നമുക്ക് ഭക്ഷ്യവസ്തുക്കൾ തരുന്നവരും അവർ നമ്മളോട് കാണിക്കുന്ന ചില കൊലച്ചതികൾ നമ്മളറിയില്ല. എന്തുകൊണ്ടാണ് ഈ ക്യാൻസർ രോഗങ്ങളൊക്കെ അടിക്കടി വർദ്ധിക്കുന്നത്? ഇതിൻ്റെ പിന്നിൽ വല്ല ഹിഡൻ അജണ്ട ഉണ്ടോയെന്ന് അറിയില്ല. ഒരുപാട് പേർക്ക് ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്ന് പിടിപെടുന്ന അവസ്ഥ ഈ അടുത്ത കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ഭക്ഷ്യക്രമങ്ങളിലൊക്കെ വന്ന മാറ്റവും നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിലുള്ള സുതാര്യമില്ലായ്മയും തന്നെയാണ് ഇത് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് കരുതുന്നു. നമ്മൾ സൂപ്പർ മാർക്കറ്റുകളുടെ റാക്കറുകളിലൂടെ നമ്മുടെ കൈവിരൽ ഓടിച്ചു പോയിട്ട് വിശ്വാസ്യതയോടെ നമ്മൾ എടുക്കുന്ന ഓരോ സംഗതിയും അതിൻ്റെയൊക്കെ ഉള്ളടക്കവും അതിൻ്റെയൊക്കെ കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. അങ്ങനെ ഒരു കമ്പനിയുടെ കിച്ചൺ ട്രഷേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടുള്ള ഒരു വിവരമാണ് ഞാൻ പൊതുജനങ്ങൾക്കായിട്ട് നൽകുന്നത്. ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ട്. സുരക്ഷിതമല്ലാത്ത അൺസേവ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണെന്ന് ചിലത് കണ്ടെത്തിയിട്ടുണ്ട്. ക്രിമിനൽ നടപടിക്രമങ്ങൾ ഈ കമ്പനിക്കെതിരെ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് വിവരാവകാശത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്.